അവർ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു, നീ അവരുടെ മേലിൽ നൃത്തമാടി. ലോകത്തിലെ ഏറ്റവും മികച്ചവൻ ഒരു കറുത്ത ബ്രസീലുകാരനാണ്, സാക്ഷാൽ റൊണാൾഡോ നാന്. വിനീഷ്യസ് ഫിഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം നേടിയതിന് പിന്നാലെയാണ് റൊണാൾഡോ ഇങ്ങനെ പറഞ്ഞു വന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച താരം ഒരു കറുത്ത ബ്രസീലുകാരനാണ് അങ്ങനെ പറഞ്ഞു വിനീഷ്യസിനെ പ്രശംസിച്ചു നാട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ബാലൺ ഡി ഓർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഫൈനൽ സമയങ്ങളിൽ ആ ഒരു കിരീടം അല്ലെങ്കിൽ ആ ഒരു നേട്ടം നഷ്ടപ്പെട്ടു. അതിൻ്റെ സങ്കടത്തിൽ ആണിപ്പോൾ ആളുള്ളത്. സമയങ്ങളിലൊക്കെ അദ്ദേഹം അതിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റൊണാൾഡോ നേനെ എപ്പെടുത്ത് ആ ഒരു ബാലൺ ഡി ഓർ വിനീഷ്യസിന് അർഹതപ്പെട്ടതായിരുന്നു എന്നുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായിട്ട് വിനീഷ്യസിന് ആശ്വാസമായിട്ട് ഇപ്പോൾ ഫിഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം അവാർഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ബാലൺ ഡി ഓർ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഒരു പരിധിവരെ കുറക്കാനുള്ളൊരു സാഹചര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് താരങ്ങളും പ്ലേയേഴ്സും അതുപോലെ ജനങ്ങളുമാണ്. പരിശീലകരും അതുപോലെ മീഡിയകളൊക്കെ കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് റോഡ്രിക്കാണ്. അങ്ങനെയാണ് ഇപ്പോൾ കണക്കുകളൊക്കെ പറയുന്നത്. ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയാം. കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, ദാരിദ്ര്യവും പാവങ്ങളും താമസിക്കുന്ന ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്നെപ്പോലെ ഒരാൾ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുക എന്നത് തന്നെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഞാൻ അത് നേടിയെടുത്തു, ഞാനത് സാധിച്ചു. എല്ലാവർക്കും നന്ദി എന്നാണ് വിനീഷ്യസ് ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം സംസാരിച്ചത്. ഏതായാലും അദ്ദേഹത്തിന് അർഹിച്ച അവാർഡ് തന്നെ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെത്തി. ബാലൺ ഡി ഓർ കിട്ടാത്തതിൻ്റെ ആ ഒരു സങ്കടം ഒരു പരിധി വരെ അദ്ദേഹത്തിന് പരിഹരിക്കാൻ ഈ ഒരു അവാർഡ് കൊണ്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് അർഹിച്ചത് തന്നെയാണെന്ന് നമുക്ക് ഏറെക്കുറെ ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം. കാരണം ബാലൺ ഡി ഓർ ഏതായാലും കിട്ടിയില്ല. ഈ ഒരു അവാർഡെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ എന്ന് പല ആളുകളും വിനീഷ്യസിനെ വെറുക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. ക്യാരക്ടർ കാരണം അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ വേറെയുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹം അവസാനമായിട്ട് ഫിഫ ബെസ്റ്റ് പ്ലെയർ അവാർഡ് ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആ ഒരു അവാർഡ് എത്തി എന്നുള്ളതാണ്.